Hello friends, welcome to my channel. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബദാം വെള്ളത്തിലിട്ട് വെച്ചതാണ് കഴിക്കാൻ പോകുന്നത്. രാത്രിയിൽ കിടക്കാൻ നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഒരു 5 എണ്ണൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതേപോലെ തന്നെ പൊട്ടാറ്റോ കറിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൂരിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. എൻ്റെ വീട്ടിൽ പൂരി ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് കരിഞ്ജീരകം ചേർക്കും കേട്ടോ. പൂരി എപ്പോഴും ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വറവിട്ടെടുക്കുകയാണ്. പൊട്ടാറ്റോ കറി റെഡി ആയി കഴിഞ്ഞാൽ അതൊന്ന് കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ പൊട്ടാറ്റോ കറി നല്ല കുറുകിയിട്ട് നല്ല കട്ടിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കടലമാവ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അനിയന് മുറ്റത്ത് കുറച്ച് പുല്ല് ഉണങ്ങിയത് കിടക്കുന്നുണ്ടായിരുന്നു. അത് കത്തിക്കുകയാണ്. പക്ഷെ അങ്ങനെ പുല്ല് ഉണങ്ങിയിട്ടില്ല, പച്ചയാണ്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ പുകഞ്ഞ് വരികയാണ്. ഇനി നാരങ്ങച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ കുറച്ചധികം നാരങ്ങ കിട്ടിയപ്പോൾ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 2 കുപ്പിയിലായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങച്ചാറാണ് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാരങ്ങ. 4 പീസാക്കിയിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അച്ചാർ പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് എണ്ണയിൽ കിടന്നിട്ട് ഇതിൻ്റെ പച്ചച്ചോയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം.
നാരങ്ങ ആദ്യം ഒരു കുപ്പിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഒന്ന് ഒരേപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ കുപ്പിയിലെ നാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അച്ചാറിൻ്റെ ലാസ്റ്റ് ഉലുവയും കടുകൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, പക്ഷെ അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. അച്ചാർ കേട് കൂടാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. പിന്നെ അച്ചാർ എടുക്കാൻ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ചിലർ അച്ചാറിടുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കേടുവരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ പഞ്ചസാര ചേർക്കുന്നത് ഇഷ്ടമല്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഹെൽത്തി ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം. ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിൽ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക്, അതായത് എഗ് പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് എഗ്ഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എഗ്ഗിൽ നമുക്ക് സവാള, പച്ചമുളക്, അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ 3 പൊറാട്ട വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് എഗ്ഗിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മീതെയായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മീതെയായിട്ട് നമ്മുടെ പൊറാട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എൻ്റെ ഉപ്പയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എഗ് പൊറാട്ട ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ചൂടാക്കിയെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ മീതെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് പൊറാട്ട ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇത് ചൂടോടുകൂടി ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളല്ലേ? അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കട്ടെ കേട്ടോ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.